ഞാൻ പറയുന്നത് ഇത് കാസയ്ക്കുള്ള മുന്നറിയിപ്പല്ല എന്നുള്ളതാണ്. കാരണം ഈ വിവാദം വന്ന ശേഷം ഈ ദീപികയിൽ പറഞ്ഞിരിക്കുന്ന ലേഖനത്തിലുള്ളത് സ്വന്തം മതത്തിലെ അതിന്യൂനപക്ഷമായ തീവ്രവാദി കൂട്ടങ്ങളെ തള്ളിപ്പറയാൻ സഭയ്ക്ക് മടിയില്ല എന്നും കത്തോലിക്കാ സഭയുടെ പേര് പുറത്തു പറഞ്ഞ് വർഗീയതര വിഷം വിളമ്പാൻ ആരും ഇലയിടണ്ട എന്നും ക്രിസ്ത്യൻ നാമധാരികൾ ആരായാലും സഭയുടെ തോളിലിരുന്ന് ചെവി തിന്നടക്കമുള്ള പ്രധാനപ്പെട്ട വരികളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതിന് പിന്നാലെ ഉണ്ടായ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രം എഴുതപ്പെട്ട മുഖം രക്ഷിക്കാനുള്ള ഒരു എഡിറ്റോറിയലായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഈ തട്ടിൽ പിതാവ് വന്ന ശേഷം ശരിയാണ്, നിലപാടുകളിൽ മാറ്റമുണ്ടായിട്ടുണ്ട്. പല ബിഷപ്പുമാരും ഈ രൂപത്തിൽ അതിശക്തമായി പ്രതികരിക്കുന്നു. പക്ഷേ അവരുടെ നിയന്ത്രണത്തിനും അവരുടെ പ്രതികരണത്തിനും അപ്പുറത്തേക്ക് കാസ വളർന്നിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അവരെ പൂർണ്ണമായും തള്ളി പറയാൻ കഴിയാത്തൊരു സാഹചര്യവും ആശയപരമായി പൂർണ്ണമായും തള്ളിക്കളയാൻ പറ്റാത്തൊരു സാഹചര്യം സിറോ മലബാർ സഭയിലുണ്ട് എന്നുള്ളൊരു അവർക്ക് അത്രത്തോളം സ്വാധീനമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം കൂടി നമ്മുടെ മുന്നിലുണ്ട്. കത്തോലിക്ക സഭയ്ക്ക് പക്ഷേ പൊതുസമൂഹത്തിൽ ഈ ചിത്രം പ്രദർശിപ്പിച്ചതിലൂടെ അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണത്തിലൂടെ ഒരു സമൂഹത്തിൽ അവമതിപ്പുണ്ടായി എന്നൊരു വിലയിരുത്തലിലേക്ക് അവർ വന്ന പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു പ്രതികരണത്തിലേക്ക് അല്ലെങ്കിൽ കാസയുടെ പൊളിറ്റിക്കൽ ടൂളായി തന്നെ സഭ മാറുന്നു എന്ന രൂപത്തിലേക്ക് പറഞ്ഞ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനൊരു പ്രതികരണത്തിലേക്ക് ഈ മുഖപ്രസംഗത്തിലേക്ക് വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കത്തോലിക്ക സഭയിലെ മലയോര രൂപതകൾ, മലബാർ രൂപതകൾ ഒക്കെ ഇപ്പോൾ കാസ വലയത്തിലാണ് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ഈ കാസയ്ക്ക് മുഖമൊന്നുമില്ല. ഈ പറയുന്നതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് ഇതിൻ്റെ പ്രവർത്തനം. പക്ഷേ അത് കടന്നു ചെന്നിരിക്കുന്നത് എത്രത്തോളം ആഴത്തിലും എത്രത്തോളം പരപ്പിലുമാണ് എന്നുള്ള കാര്യം ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സഭയിലെ മുതിർന്ന ബിഷപ്പുമാർക്ക്, നേരത്തെ പറഞ്ഞ തട്ടിൽ പിതാവ് അടക്കമുള്ള ബിഷപ്പുകാർക്ക് ഇത് വലിയ എതിർപ്പും വിയോജിപ്പും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവരുടെ വിയോജിപ്പുകൾക്കപ്പുറത്തേക്ക് ഇത് ഈ കത്തോലിക്ക സഭയിലേക്ക് ഇത് കടന്നു ചെന്നിട്ടുണ്ട് എന്നുള്ളൊരു സാഹചര്യം അവിടെ നിൽക്കുന്നു. ഈ ആശയ സംഘർഷം സഭയ്ക്കുള്ളിൽ തന്നെ ശക്തമായി നിലനിൽക്കുന്നു എന്നുള്ള കാര്യം കൂടി വ്യക്തമാണ്. ഇപ്പോൾ എറണാകുളം അങ്കമാലി രൂപത ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലായിടത്തും കാസ ആശയത്തിന് വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഈ കെവിൻ പീറ്റർ എന്ന ആളുടെ നേതൃത്വത്തിലാണ് ഈ ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ അഥവാ കാസ പ്രവർത്തിക്കുന്നത്. മുസ്ലിം വിരുദ്ധതയാണ് ഇതിൻ്റെ അടിത്തറ. നേരത്തെ സുജയ പറഞ്ഞ ചില കാര്യങ്ങൾ ഇതൊക്കെയാണ് ആശയപരമായി ഇവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്മസ് കേക്കുകൾ ഇതര മതസ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങരുത് എന്ന ഒരു മുന്നറിയിപ്പ് രൂപത്തിൽ ഇവർ ആഹ്വാനമായി പറയുന്നുണ്ട്. ഹലാൽ വിവാഹത്തിൻ്റെ മറവിൽ ഒരു ഭാഗത്തിൻ്റെ സ്ഥാപനങ്ങൾ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനം നടത്തിയിട്ടുണ്ട്. ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദൊക്കെ വലിയ രൂപത്തിൽ പ്രചരിപ്പിച്ചതും അതിന് വലിയ പിന്തുണ നേടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയതൊക്കെ കാസയാണ്. അപ്പോൾ അത് വല്ലാത്ത രൂപത്തിൽ അരൂപിയായി തന്നെ സഭയ്ക്കകത്തേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുന്നു. ഇപ്പോൾ തട്ടിൽ പിതാവിനെ പോലുള്ള ബിഷപ്പുമാർ മുൻകരുതലെടുത്തില്ലെങ്കിൽ വലിയ രൂപത്തിലേക്ക് ഇത് മാറും. ഇതൊരു മുന്നറിയിപ്പില്ല, മുഖരക്ഷിക്കാനുള്ള ഒരു പ്രതികരണമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. Meet the editors.